അപ്രോച്ചസ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇവിടെ പൊതുവായിട്ട് 3 അപ്രോച്ചസിനെ കുറിച്ചാണ് പറയുന്നത്. ട്രഡീഷണൽ അപ്രോച്ച്, ട്രാൻസിഷണൽ അപ്രോച്ച്, മോഡേൺ അപ്രോച്ച്. ട്രഡീഷണൽ അപ്രോച്ചിനെ പറ്റി ആദ്യമായിട്ട് പറയുന്നത് ടി.എൽ. ഗ്രീനി എഴുതിയ കോർപ്പറേഷൻ ഫിനാൻസ് എന്ന ബുക്കിലാണ്. 1897 ഈ ബുക്ക് പബ്ലിഷ് ചെയ്തത്. 1897 കോർപ്പറേഷൻ ഫിനാൻസ് എന്ന ബുക്ക് ടി.എൽ. ഗ്രീനി പബ്ലിഷ് ചെയ്തത്. അതിനകത്ത് ഈ ട്രഡീഷണൽ അപ്രോച്ചിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ട്രഡീഷണൽ അപ്രോച്ചിൽ ഒരു നാരോ സെൻസിലാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത്. അതായത് അവിടെ പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഫണ്ടിനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് അവരുടെ ഫിനാൻഷ്യൽ നീഡ്സ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രൊക്യൂർ ചെയ്യുന്നത്, ഫണ്ടിനെ എങ്ങനെയാണ് പ്രൊക്യൂർ ചെയ്യുന്നതെന്ന് മാത്രമേ ട്രഡീഷണൽ അപ്രോച്ചിൽ പറയുന്നുള്ളൂ. അടുത്തത് ട്രാൻസിഷണൽ അപ്രോച്ച്. ഫിനാൻഷ്യൽ മാനേജേഴ്സ് ഫേസ് ചെയ്യുന്ന ഡേ ടു ഡേ പ്രോബ്ലംസിനെ പറ്റിയാണ് ട്രാൻസിഷണൽ അപ്രോച്ചിൽ പറയുന്നത്. അടുത്തത് മോഡേൺ അപ്രോച്ച്. മോഡേൺ അപ്രോച്ചിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ ഒരു ബ്രോഡ് സെൻസിലാണ് പറയുന്നത്. അതായത് ഇവിടെ അക്വിസിഷൻ ഓഫ് ഫണ്ടിനെ കുറിച്ചും അതിൻ്റെ അലോക്കേഷനെ കുറിച്ചും, ഫണ്ടിൻ്റെ അക്വിസിഷനെ കുറിച്ചും അലോക്കേഷനെ കുറിച്ചും മോഡേൺ അപ്രോച്ചിൽ പറയുന്നു. ഈ മോഡേൺ അപ്രോച്ച് പ്രകാരം ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് 3 ബ്രോഡ് ഏരിയാസ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ, ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻഡ് ഡിസിഷൻ, ഇങ്ങനെ 3 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് ഫിനാൻസ് ഫംഗ്ഷൻ എന്നും എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്നും നോക്കാം. ഫിനാൻസ് ഫംഗ്ഷൻ ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ട്സിനെ എങ്ങനെ അത് റൈസ് ചെയ്യാം, ആ ഫണ്ടിനെ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, ഇതിനെ കളക്റ്റീവായിട്ട് പറയുന്നതിനെയാണ് ഫിനാൻസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫണ്ടിനെ ഏതൊക്കെ രീതിയിൽ റൈസ് ചെയ്യാം, ആ ഫണ്ടിനെ എങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യാം, ഇതിനെ കളക്റ്റീവായിട്ട് പറയുന്നതാണ് ഫിനാൻസ് ഫംഗ്ഷൻ. ഇനി എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്? ഇറ്റ് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് പ്ലാനിംഗ് പ്രിൻസിപ്പിൾസ് ഇൻ ഫിനാൻസ് ഫംഗ്ഷൻ. ഫിനാൻസ് ഫംഗ്ഷനിലേക്ക് പ്ലാനിംഗ് പ്രിൻസിപ്പിൾസിനെ അപ്ലൈ ചെയ്യുന്നതിനെയാണ് ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഈസ് കൺസേൺ വിത്ത് ഡിറ്റർമിനേഷൻ ഓഫ് ഒബ്ജക്റ്റീവ്സ്, പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ് റിലേറ്റഡ് ടു ഫിനാൻസ് ഫംഗ്ഷൻ ഇൻ അഡ്വാൻസ്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. മെയിനായിട്ട് 3 ഒബ്ജക്റ്റീവ്സാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനുള്ളത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, വെൽത്ത് മാക്സിമൈസേഷൻ ആൻഡ് വാല്യൂ മാക്സിമൈസേഷൻ. മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണെങ്കിലും ഇതിൽ മെയിനായിട്ട് അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് വെൽത്ത് മാക്സിമൈസേഷൻ ആണ്.